സെലിബ്രിറ്റി മണ്ഡലമാണ് വടകര. തീപാറുന്ന പോരാട്ടം നടക്കുമ്പോൾ തീപാറുന്ന ചോദ്യങ്ങൾ കൂടി സ്ഥാനാർത്ഥികളോടും നേതാക്കളോടും ചോദിക്കണം. ആ ചോദ്യങ്ങൾക്ക് നല്ല ഫയറുള്ള ഉത്തരവും കിട്ടണം. ഒരു ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം. വെൽക്കം ടു റാപ്പിഡ് ഫയർ. റാപ്പിഡ് ഫയറിൽ ഇനി നമുക്കൊപ്പം ഉള്ളത് വടകരയുടെ LDF സ്ഥാനാർത്ഥി KK ശൈലജയാണ്. വെൽക്കം ടീച്ചറെ. അപ്പൊ റെഡിയല്ലേ? റാപ്പിഡായ ചോദ്യങ്ങൾ, ഫയറായ മറുപടികൾ. ചോദിക്കട്ടെ. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇതുവരെ ഇടപെട്ടതിൽ ഏറ്റവും സംഭവബഹുലമായി തോന്നിയ തെരഞ്ഞെടുപ്പ് ഏതായിരുന്നു? എല്ലാ തെരഞ്ഞെടുപ്പും പ്രധാനപ്പെട്ടതാണ്. അതിന്റേതായ സ്പിരിറ്റിൽ എടുക്കുന്നു എല്ലാ തെരഞ്ഞെടുപ്പും. അതിന്റേതായ സ്പിരിറ്റിൽ എടുക്കും. ഓക്കെ. എപ്പോഴെങ്കിലും ഇഷ്ടമില്ലാത്തൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തേണ്ടി വന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഞങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അവരെല്ലാം ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയായിരുന്നു. തന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയേക്കാൾ നല്ലത് എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. അതൊരു ആശയത്തിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ്. ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ ആദർശത്തിനും ആശയത്തിനും വേണ്ടിയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ എതിരാളിയാണ് ഇതിനേക്കാൾ ഭേദം ഒരിക്കലും തോന്നിയിട്ടില്ല. ഓക്കെ. കേരളത്തിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം. ഏറ്റവും ആധുനികമായി കേരളത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് സഖാവ് പിണറായി വിജയനാണ്. ഓക്കെ. ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? ജയിലിൽ കിടന്നിട്ടില്ല. സമരം ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ തല്ല് കൊണ്ടിട്ടുണ്ട്. പോലീസിന്റെ തല്ല് കുറേ വട്ടം കൊണ്ടിട്ടുണ്ട്. പോലീസിന്റെ തല്ല് ചെറുതായിട്ട് കുറേ വട്ടമുണ്ട്. ഒരു തവണ നമ്മുടെ ആദിവാസികൾക്ക് വേണ്ടി ഒരു സമരം നടത്തിയതിന്റെ പേരിൽ തല്ലുകൊണ്ട് തലയ്ക്ക് 6 സ്റ്റിച്ചിട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. സമരത്തിന് ഇറങ്ങിയിട്ട് പോലീസിനെ കണ്ട് പേടിച്ചൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. സമരമുഖത്ത് വലിയ ആവേശമായിരിക്കും. അത് സമരം ചെയ്ത് എല്ലാവർക്കും അറിയാം. അങ്ങനെ സമരമുഖത്ത് പോലീസിനെ പേടിക്കുകയല്ല. ഞങ്ങൾ പോലീസിനെ ആക്രമിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷേ സമരത്തിൻ്റെ മുദ്രാവാക്യം ഞങ്ങൾ ഏത് പോലീസല്ല പട്ടാളം വന്നാലും നിന്ന് വിളിക്കും. ഓക്കെ. പ്രസംഗം പഠിച്ചു വെച്ച് പരിപാടിക്ക് പോകേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. സ്പോണ്ടേനിയസ് ആയിട്ട് വിഷയം പഠിക്കും. പ്രസംഗം പഠിക്കാറില്ല. പ്രസംഗിക്കേണ്ട വിഷയം പഠിക്കും. ആ വിഷയത്തെക്കുറിച്ച് സാധാരണഗതിയിൽ സംസാരിക്കും. ഈ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിയതിൻ്റെ പേരിൽ വ്യക്തി ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിച്ച എന്തെങ്കിലും സംഭവങ്ങൾ നടക്കാതെ പോയിട്ടുണ്ടോ? ഇല്ല. വ്യക്തി ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ എന്തായാലും ത്യജിക്കേണ്ടതായിട്ട് വരും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുടുംബവും ഒന്നിച്ചുള്ള സുന്ദരമായ നിമിഷങ്ങളാണ്. കുട്ടികൾ, അതുപോലെ തന്നെ എൻ്റെ ഭർത്താവും പാർട്ടി പ്രവർത്തകനാണ്. കുട്ടികളുടെ എല്ലാം കൂടെ കുറേ നേരം ചെലവഴിക്കാൻ കഴിയാത്തത് ചിലപ്പോഴൊരു സങ്കടമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്താലേ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സമയമെടുക്കാൻ പറ്റുള്ളൂ. പൊതുപരിപാടിക്ക് വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് കാശിറക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞങ്ങളെല്ലാം തന്നെ സ്വന്തം കയ്യിൽ നിന്ന് ഏകദേശം എടുത്തിട്ടാണ്. ഞങ്ങൾ ശമ്പളം വാങ്ങിയാൽ അതിലൊരു ചെറിയ ശതമാനം പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കുന്നവരാണ്. ഞങ്ങൾ പാർട്ടി മെമ്പർമാരായിട്ടുള്ള അധ്യാപകർ, കുഞ്ഞാമുതൊട്ടി മാഷായാലും ഞാനായാലും ഒക്കെ ഞങ്ങൾ പാർട്ടി ജോലിയൊന്നുമില്ലാത്ത സഖാക്കൾക്ക് കൂടി പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാക്കാൻ പാർട്ടി ലഭ്യ കൊടുക്കുന്നവരാണ്. അപ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് കാശ് അങ്ങനെ എടുക്കാറുണ്ട്. സോഷ്യൽ മീഡിയ സ്വന്തമായിട്ടാണോ ഉപയോഗിക്കുന്നത്, അതോ അഡ്മിൻ ഉണ്ടോ? സോഷ്യൽ മീഡിയ സ്വന്തമായിട്ടാണ്. കൂടെ എൻ്റെ സ്റ്റാഫിൽപ്പെട്ട ചില കുട്ടികൾ അത് ചെയ്യും. അങ്ങനെ വളരെ പ്രൊഫഷണലായിട്ട് ആരുമില്ല. സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അനാവശ്യ പരിഗണന കിട്ടുന്നതായി തോന്നിയിട്ടുണ്ടോ? ഇല്ല. രാഷ്ട്രീയമാണ്. അത് സിനിമാ താരം വന്നാലും മറ്റൊരാൾ വന്നാലും അവർ പറയുന്ന ആശയഗതികൾക്കനുസരിച്ചിട്ടാണ് പ്രാധാന്യം കിട്ടുക. മമ്മൂട്ടിയാണോ മോഹൻലാലിനെയാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം. രണ്ടുപേരെയും. ഓക്കെ. ഏറ്റവും അവസാനം കണ്ട സിനിമ? ഏറ്റവും അവസാനം കണ്ടത് പെട്ടെന്ന് തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പുതിയ പടങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. പുതിയ പടങ്ങൾ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. മമ്മൂട്ടിയുടെ പുതിയ ഭ്രമയുഗം കാണണമെന്നുണ്ടായിരുന്നു. അത് കാണാൻ പറ്റിയിട്ടില്ല. ആടുജീവിതം കാണണം. അതൊക്കെ കാണാൻ ബാക്കിയുണ്ട്. ബേസിലിന്റെ സിനിമ ഇറങ്ങി ഞാൻ കാണാറുണ്ട്. ജയറാമിന്റെ സിനിമ ഇറങ്ങിയ കാണാറുണ്ട്. ബേസിലിനൊക്കെ വലിയ ഇഷ്ടമാണ്. ബേസിലിന്റെ സിനിമയിൽ ജയ കണ്ടിട്ട് ഞാൻ ബേസിലിനോട് പറഞ്ഞിരുന്നു. വളരെ നന്നായിട്ടുണ്ട്. ഓർമ്മയുണ്ട് എനിക്ക്. ടീച്ചർ ആ സിനിമയെ ആശംസിച്ചു കൊണ്ടിട്ട് ഒരു കുറിപ്പൊക്കെ ഇട്ട് ഓർമ്മ. ഓക്കെ. തുടർഭരണം വേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. തുടർഭരണം തുടർ വികസന പ്രക്രിയയാണ്. കേരളത്തിൽ എന്തുമാത്രം വികസന പ്രക്രിയയാണ് നടക്കുന്നത്. ഞങ്ങൾ 2016-21 തുടങ്ങി വെച്ചത് ഇപ്പോൾ രണ്ടാമത്തെ ഗവൺമെൻറ്, പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വളരെ വേഗതയിൽ ആ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമ്പോൾ തുടർഭരണം വേണ്ടെന്നെങ്ങനെ പറയും? ഓക്കെ. UDFിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരെ പറയും? ഇഷ്ടപ്പെട്ട നേതാവെന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ സൗഹൃദമുണ്ട് ഒരുപാട് ആളുകൾ. ഓക്കെ. കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും മികച്ചതായി തോന്നിയിട്ടുള്ളത് ആരെയാണ്? അങ്ങനെ ഞങ്ങളൊക്കെ ഒരു ആശയത്തിൻ്റെ പേരിൽ എങ്ങനെയാണ് ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ പറയുക.
അവരെല്ലാമായിട്ട് വ്യക്തിപരമായിട്ട് ഒരുപാട് സൗഹൃദം ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളെ ഞാനിപ്പോൾ പറയുന്നില്ല. വി.ഡി. സതീശനായിരുന്നോ അതോ ചെന്നിത്തലയായിരുന്നോ മികച്ച പ്രതിപക്ഷ നേതാവ്? രണ്ടുപേരും നന്നായിട്ട് പ്രതിപക്ഷത്തിൻ്റെ റോള് ചെയ്യാറുണ്ട്. പക്ഷേ അതിൽ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് വിമർശനമുള്ളതുണ്ടാവാം. അത് ഞാനിപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നില്ല. കെ ശൈലജയാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഫയറായ മറുപടികൾ തന്നത്. അപ്പോൾ വിജയാശംസകൾ ടീച്ചറെ. താങ്ക് യു. വിജയിച്ചു.